റെഡി 1 2 3 സ്റ്റാർട്ട്. വാങ്ങിച്ച സാധനം ടെസ്റ്റ് ചെയ്താണ് നിങ്ങൾ കണ്ട് എന്താന്നല്ല ഒരു ഇൻഫ്ലാറ്റബിൾ സോഫയാണ്. സംഭവം പിടിയിട്ടില്ല, ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പൊ ഈ ഒരു ബോക്സിൽ വരുന്നത് ഇതേപോലെ പാച്ചസ് വല്ലതും ഉണ്ടെങ്കിൽ ഒട്ടിക്കാൻ വേണ്ടി, അത് ഫ്യൂച്ചറിൽ എന്തെങ്കിലും പാച്ചസ് വന്നു കഴിഞ്ഞാൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള 2 ഷീറ്റ്, നമ്മളുടെ സോഫ, അതേപോലെ നടക്കാൻ വേണ്ടിയിട്ടുള്ള കാറ്റൂതുന്ന സംഭവം വളരെ സിമ്പിൾ ആണ്. ഇതേപോലെ സൈഡിലായിട്ട് നമുക്ക് പമ്പ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയൊരു ഹോൾ ഉണ്ടാവും. അതിനകത്ത് ഇതേപോലെ കാറ്റ് നിറച്ചു കൊടുത്താൽ മാത്രം മതി, നമ്മളിങ്ങനെ പിടിച്ചു കൊടുത്താൽ മാത്രം മതി. എനിക്കത് കയ്യിൽ കിട്ടിയപ്പോൾ തൊട്ട് ഇരിക്കാൻ കൊതിയായിട്ട് വയ്യ. അപ്പൊ പാതി നിറച്ചിട്ട് ഞാൻ ഇരുന്നിട്ടുണ്ടായി. അപ്പോഴാണ് ചെരിഞ്ഞു വീണിട്ടുണ്ടായിരുന്നത്. പക്ഷെ ശരിക്കും നന്നായിട്ട് ഫില്ലാവണം. കുറെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-20 മിനിറ്റ് നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരുന്ന് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫില്ലാവും. ഇതേപോലെ ഉണ്ടാവാം, നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാനൊക്കെ പറ്റും. ബൈ ദ വേ, ഈ ഒരു വൈറ്റ് ഡ്രസ്സിന്റെ ലിങ്ക് ഒത്തിരി ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായി. ലാസ്റ്റ് ടൈം ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. ഇപ്പോൾ ബാക്ക് ഇൻ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. സ്മോൾ സൈസ് തൊട്ടിട്ട് XXL സൈസ് വരയ്ക്കുന്നുണ്ട്. ആൻഡ് പ്രൈസ് വന്നിട്ട് ജസ്റ്റ് 480 റുപ്പീസ്. ഇനി ബാക്ക് ടു നമ്മുടെ സോഫ. ഭയങ്കര കംഫർട്ടബിൾ ആണ്. നന്നായിട്ട് കാറ്റ് ഇറക്കണമെന്നേ ഉള്ളൂ. പ്രോപ്പറായിട്ട് കാറ്റ് ഇറച്ചു കഴിഞ്ഞാൽ നല്ല സ്റ്റഡി ആയിട്ട് ഇരുന്നോളും. ഇനി ഇത് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. കാറ്റ് നിറക്കാനും എളുപ്പമാണ്, കാറ്റ് ഒഴിക്കാനും എളുപ്പമാണ്. ഇതൊരെണ്ണം വീട്ടിൽ വാങ്ങിച്ചു വെച്ചാൽ ഉപകാരമാണ്. പല രീതിയിലും പല സമയത്തും നമുക്ക് യൂസ് ചെയ്യാം. എന്തായാലും പ്രോഡക്റ്റിന്റെ ലിങ്ക് ഞാൻ അവിടെ കൊടുത്തേക്കാം. ആവശ്യമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ മടക്കി വെച്ച ഒരു തുണിയുടെ സ്പേസ് മാത്രമേ ഇതിന് വേണ്ടിയുള്ളൂ.